ഞങ്ങൾക്ക് എൻ്റെ മോർണിംഗ് റൊട്ടീൻ പറഞ്ഞുതരാം. വേക്കപ്പ് അറ്റ് 4 AM, ടേക്ക് ബാത്ത്, ഡു 30 പുള്ളപ്സ്, ടേക്ക് മെഡിറ്റേഷൻ ഫോർ 5 minutes, ഷൂട്ട് ദി വീഡിയോ, then prayer. After prayer, go for a run, write a script for new long video, read a book. After reading book, eat breakfast and go to college. സോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിങ്ങളെ മോർണിംഗ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. നിങ്ങളുടെ ചാനലിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് മുബഷിർ. ഐ ടോക്ക് അബൌട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അതിൽ ഫസ്റ്റത്തെ ഞാനൊരു സംഭവം പറഞ്ഞുതരാം. വിൻ ദി മോർണിംഗ്, വിൻ ദി ഡേ. അതായത് നിങ്ങളൊരു ദിവസം ഫുള്ള് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട സംഭവമാണ് നിങ്ങളെ മോർണിംഗിൽ വിന്നാവുകയാണ്. അപ്പോൾ നിങ്ങൾ കരുതുണ്ടാവും എങ്ങനെ മോർണിംഗിൽ വിജയിക്കുക അല്ലെങ്കിൽ മോർണിംഗിൽ എങ്ങനെ വിൻ ചെയ്യാം. അത് ഏറ്റവും സിമ്പിളാണ്. നിങ്ങളിപ്പോൾ എപ്പോഴാണോ അലാരം വെച്ചത് ആ ടൈമിൽ എണീക്കുക. എന്നിട്ട് എന്തൊക്കെ സംഭവങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളോട് പ്രോമിസ് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് പഠിക്കാനാണോ എന്ത് സംഭവം ചെയ്യാനാണോ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തത്, ടു ഡു ലിസ്റ്റ് പ്ലാൻ ചെയ്തത്, ആ സംഭവങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങുക. അതായത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങുക. ഇൻസ്റ്റെഡ് ഓഫ് രാവിലെ തന്നെ എണീറ്റ് ഫോൺ സ്ക്രോൾ ചെയ്യണോ അല്ലെങ്കിൽ ഹൈ ഷുഗർ ആയില്ല അങ്ങനത്തെ ഫുഡുകൾ കഴിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സംഭവങ്ങൾ രാവിലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ള് നിങ്ങൾ പ്രൊഡക്റ്റീവായിരിക്കും. സോ ഇനി ഞാൻ പറഞ്ഞാൽ ആക്ച്വലി എല്ലാ ദിവസവും എങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെ മോർണിംഗ് പ്രൊഡക്റ്റീവ് ആക്കാം. അതിൽ ഫസ്റ്റത്തെ ഞാൻ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. എല്ലാവരും എന്താ ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് തന്നെ വലിയ വലിയ ചേഞ്ചസുകൾ വരുത്താൻ നോക്കും, അല്ലെങ്കിൽ വലിയ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ നോക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആളിപ്പോൾ ഒരു മുസ്ലിം കായ് ഇപ്പോൾ ആളൊരു സാധാരണയായിട്ട് ഒരു 6 അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ആൾ എണീക്കൽ, നോർമലി ആയിട്ട് ആൾ 7 മണിക്ക് എണീക്കലും. ആൾ പെട്ടെന്ന് ഇങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കണം, ലൈഫിൽ കുറച്ചും കൂടി ചേഞ്ചസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തണം, റിലീജിയൻ പരമായിട്ട് അങ്ങനെയൊക്കെ വരുത്തണം കരുതുന്നത്. ആൾ സുബൈക്ക് പള്ളിക്ക് പോകണം കരുതിയാണ് നേരത്തെ എണീക്കൽ കൊടുത്തി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4:45, 4:40 ഒക്കെ എണീക്കണം. അപ്പോൾ ഒരു 5 മണിൻ്റെ ഉള്ളിലായിട്ട് മസ്ജിദിൽ എത്തണം. 4 ഇപ്പം എന്ത് ചെയ്യുക, സുബൈ ജമാഅത്ത് കിട്ടുക. ഒരു 5 മണിൻ്റെ ഉള്ളിലായിട്ട് ആൾ എണീക്കണം. അതാണ് ബ്രീഫിലി പറയുകയാണെങ്കിൽ. ടോട്ടലി 7 മണിക്ക് എണീറ്റിരുന്ന ഒരാൾ 5 മണിക്ക് എണീക്കണം. ഫസ്റ്റത്തെ 2-3 ദിവസമോ അല്ലെങ്കിൽ ഏറിപ്പോയ ഒരാഴ്ച മൂപ്പര് പോകും. പിന്നെ ഒരിക്കലും മൂപ്പര് ആ സമയത്ത് നീക്കൂല, പിന്നെയും പഴയ ആ റൂട്ടീനിലേക്ക് എത്തും. അദ്ദേഹം കുറേ ആൾക്കാരെ അങ്ങനെ കണ്ടിരിക്കണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആരും ആളെ തെറ്റോ അല്ലെങ്കിൽ നമ്മളാർക്കും അതിന് കയ്യേറ്റമൊന്നും അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവലി എല്ലാ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വീണ്ടും ആ പഴയ സ്റ്റേജിലേക്ക് എത്തും. സോ അപ്പോൾ 7 മണിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ 2 ദിവസം ചെയ്യുമ്പോൾ നമ്മൾ റൊട്ടീൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് നമ്മളെ ബ്രെയിൻ ഒരിക്കലും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല, വീണ്ടും നമ്മളെ പഴയ സംഭവത്തേക്ക് എത്തുള്ളൂ. സോ അപ്പോഴത്തെ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് നിങ്ങൾ മോർണിംഗിൽ ഇപ്പോൾ ഒരു എപ്പോഴും എണീക്കുന്ന ഒരാളായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് നേരത്തെ എണീക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ഉള്ള കുറച്ചും കൂടി സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് കുറച്ചും കൂടി നേരത്തെ എണീക്കണം കരുതിയാണ്ട് നാളെ തന്നെ അത്രയും നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളവിടെ ഡിസപ്പിയർ ആവുള്ളൂ, നിങ്ങളവിടെ ഫെയിൽ ആവുള്ളൂ ചെയ്യാം. കാര്യം അതിന് ഇൻസ്റ്റേഡ് എന്ത് ചെയ്യാം, ഡെയിലി ഒരു 10 മിനിറ്റ് ഇപ്പോൾ 7 മണിക്ക് എണീക്കുന്ന കാര്യം എന്ത് ചെയ്യുക, നാളെ 6:50 ആക്കുക, പിന്നെ 6:30 ആക്കുക, അങ്ങനെ 10 മിനിറ്റ് 20 മിനിറ്റ് എന്ത് ചെയ്യുക, ഗ്രാജുവലി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയാണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച സമയത്തിലേക്ക് എത്തിച്ചാൽ നോക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. എന്ത് ഗ്രാജുവലി മാത്രം നിങ്ങളെ മോർണിംഗിൽ എപ്പോഴാണ് വേക്കപ്പ് ചെയ്യുന്നത് ആ സമയത്ത് നേരത്തെ ആക്കുക. അല്ലാതെ ഒറ്റയടിക്ക് 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 2 ദിവസത്തെ ഉണ്ടാവുള്ളൂ അതിൻ്റെ ആ ഒരു ഡോപ്പമിൻ ഹിറ്റ് സ്പൈക്ക് മരിക്കാരം. ഒരാഴ്ച കയറിപ്പോയാൽ നിങ്ങൾ എണീക്കും, പിന്നെ നിങ്ങൾ പഴയ റൂട്ടീനിലിട്ട് എത്തും. രണ്ടാമത്തെ സംഭവമാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എണീറ്റ് ഉടനെ എന്ത് ചെയ്യുക, നമ്മൾ ബ്രെയിനിൽ കുറച്ചുകൂടി ഹാർഡായിട്ട് തോന്നുന്ന സംഭവങ്ങൾ ഉണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാം. പെയിൻഫുൾ ആയിട്ട് തോന്നുന്ന സംഭവങ്ങൾ അത്ര പെയിൻഫുൾ അല്ലേ കാര്യം, ബട്ട് നമ്മൾ ബ്രെയിൻ നമ്മളോട് ചെയ്യേണ്ടെന്ന് പറയുന്ന സംഭവങ്ങളുണ്ടാവും. രാവിലെ എണീറ്റ് ഉടനെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി മടക്കി വെക്കുക, അല്ലെങ്കിൽ ഓടാൻ പോകുക, ലെഗിൻ്റെ വർക്കൗട്ടുകൾ ചെയ്യാം. ഇങ്ങനെ നമ്മളെ ബോഡി എന്താണോ അല്ലെങ്കിൽ നമ്മളെ ബ്രെയിൻ എന്താണോ ചെയ്യേണ്ടെന്ന് പറയുന്ന സംഭവങ്ങൾ ആ സംഭവങ്ങൾ ചെയ്തു തുടങ്ങും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ അത്രയും നമ്മളെ തന്നെ ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യിപ്പിച്ചാണ് ബ്രെയിനിന്. ആ ഡിസ്കംഫോർട്ട് നമ്മൾ രാവിലെ തന്നെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിനിന് നമ്മുടെ ബോഡിക്ക് ഡിസ്കംഫോർട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡേ മുഴുവൻ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ യാതൊരു റിസ്ക്കോ അല്ലെങ്കിൽ യാതൊരു ടാസ്കോ ആയിട്ട് തോന്നൂല. ഇപ്പോൾ ഞാൻ എക്സാമ്പിളോട് എൻ്റെ കേസിൽ പറയണം. എനിക്ക് ചില ദിവസങ്ങളിൽ ഈ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ദിവസങ്ങളിൽ കൂടുതൽ സംഭവങ്ങൾ വർക്ക് ചെയ്യാണ്ടാവും, സ്ക്രിപ്റ്റ് ചെയ്താണ്ടാവും, അത് പഠിച്ചാണ്ടാവും, വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടാവും, വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടാവും, വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടാവും, അതിന് ഷോർട്സുകൾ കട്ട് ചെയ്യേണ്ടി വരും, ഷോർട്സുകൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം, അങ്ങനെ കുറേ സംഭവങ്ങൾ കുറേ ടാസ്ക്കുകൾ ചെയ്യാനുള്ള ദിവസം ഞാൻ രാവിലെ നല്ല രീതിയിൽ ഓടാൻ പോകും. ഇപ്പോൾ ഈ രാവിലെ തന്നെ ഇത്രയും ദൂരത്തിൽ ഓടാൻ പോയി ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം പിന്നെ എന്ത് ചെയ്യാനോ ഒരു 2-3 മണിക്കൂർ ഇരുന്ന് പഠിക്കാനോ സ്ക്രിപ്റ്റ് ചെയ്താനോ ചിന്തിച്ചാണ്ട് പുതിയ കണ്ടന്റ് ഐഡിയാസുകൾ ഉണ്ടാക്കാനൊന്നും
എനിക്ക് വലിയ റിസ്ക് ആയിട്ട് തോന്നില്ല. സംഭവമൊക്കെ റിസ്കി ആയിട്ടുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും രാവിലെ തന്നെ അങ്ങനത്തെ ഒരു ഡിസ്കംഫോർട്ട് നമ്മളെ മൈൻഡിനെ ഫീൽ ചെയ്യിപ്പിച്ചത് കൊണ്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈസി ആയിക്ക് വരും. സോ അതാണ് നമ്മൾ രണ്ടാമത്തെ ചെയ്യേണ്ട സംഭവങ്ങൾ. ആ ദിവസം മുഴുവൻ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ കുറച്ചും കൂടി നമ്മളെ ബ്രെയിനിനെ കുറച്ചും കൂടി ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ അതിന് ഏറ്റവും നല്ല ചെയ്യാൻ റണ്ണിങ് ഒക്കെയാണ്, അല്ലെങ്കിൽ ലെഗ് വർക്കൗട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ദിവസം നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. മൂന്നാമത്തെ സംഭവമാണ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റർ. അതായത് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ എന്തൊക്കെ ടാസ്കുകളാണോ എന്തൊക്കെ ഹാബിറ്റ്സുകളാണോ പ്ലാൻ ചെയ്തത് നിങ്ങൾക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം ഒക്കെ ഉണ്ട്, ഇപ്പോൾ പഠിച്ച് കഴിയാനുണ്ട്, റിവിഷൻ ഉണ്ട്, അങ്ങനെ ഏത് സംഭവങ്ങളാണ് നിങ്ങൾ മോർണിംഗിൽ ചെയ്യാൻ കരുതിയത് ആ സംഭവം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മളെ സ്റ്റൊമക്കിൽ എംറ്റി ആയിരിക്കും, സ്റ്റൊമക്കിൽ വയറിലൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ പഠിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്താനോ എന്തിനിരിക്കുമ്പോൾ കഴിഞ്ഞാലും നമുക്കൊന്നുകൂടി ബെറ്റർ ഔട്ട്കംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മളിപ്പോൾ ഈ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഹണ്ട് ചെയ്യണ മൂഡിലേക്കാണ്. നമുക്ക് വേഗം ആ സംഭവങ്ങൾ പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ സംഭവം ചെയ്ത് തീർത്തണം. അത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തുള്ളൂ, ആ ഒരു മൈൻഡിലേക്ക്, ആ ഒരു ഹണ്ടിങ് മൂഡിലേക്ക് നമ്മൾ എത്തും. നേരെ മറിച്ച് എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റും നല്ല രീതിയിൽ ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിക്കായിരിക്കും. അങ്ങനെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ലീപ്പിക്ക് ഇങ്ങനെ വല്ല പോകും. ആ സ്ലീപ്പിൻ്റെ മൂഡിലേക്കൊക്കെ നമ്മൾ പോവാം. കാരണം നമ്മളെ വയറിൽ ഫുഡ് ഉണ്ടാകുമ്പോൾ അവിടെ ഡൈജഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡിക്ക് ഒന്നിനും ഒരു എനർജി കിട്ടില്ല. സോ അപ്പോൾ അതാണ് ലാസ്റ്റത്തെ സംഭവം. നിങ്ങൾ എന്ത് സംഭവം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ മോർണിംഗിൽ എന്ത് ചെയ്യുക, ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് മിനിമം എന്ത് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ നോക്കുക. അതായത് നിങ്ങളെ ഹൈ ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിഞ്ഞിരിക്കണം. സോ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ബോണസ് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് കിട്ടിയ 2 ബോണസ് ടിപ്പ് പറയാം. അതിൽ ഫസ്റ്റത്തേണ്, നിങ്ങൾ എന്ത് സംഭവം ചെയ്യുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നല്ല സ്ട്രഗിളിങ് കാരണം ഏത് ഹാബിറ്റ് ആയിക്കോട്ടെ കേട്ടോ. മോർണിംഗിൽ എത്ര നേരത്തെ എണീറ്റ് പ്രൊഡക്റ്റീവ് ആവുക അത് മാത്രമല്ല, ഏത് സംഭവം ചെയ്യുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ പുതിയ സംഭവങ്ങൾ ഗുഡായിട്ടുള്ള ഹാബിറ്റ്സുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നല്ല രീതിയിൽ ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. നമ്മളോട് ബ്രെയിൻ ഇങ്ങനെ പറയും അത് ഗീവ് അപ്പ് ചെയ്യുക, അത് നമ്മളെ കൊണ്ട് നടക്കൂല, അത് റിസ്ക് ആണ്, മറ്റേതൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു 1.5-2 കൊല്ലം ആ ഡെയിലി അത് ഷോപ്പ് ചെയ്ത് ഡെയിലി അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഓട്ടോമേറ്റ് ആയിട്ട് മാറും. പിന്നെ അത് ചെയ്യൽ അല്ല അതിനെക്കുറിച്ച് ചിന്തിക്കൽ നിങ്ങൾക്ക് വലിയ റിസ്ക് ആയിട്ട് തോന്നില്ല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് രാവിലെ പോയി ഫുഡ് കഴിക്കണേ നമുക്ക് റിസ്ക് ഉള്ള കാര്യമാണോ? ഒരിക്കലും ഇല്ല. കാരണം അത് നമ്മൾ ചെറുപ്പം മുതലേ ചെയ്ത് തോന്നിയത് നമ്മളതായി നമുക്കൊരു അഡാപ്റ്റ് ആയിക്കൊണ്ട് അതൊരു ഈസി ആയി മാറി. ബട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ഇത്ര നേരത്തെ എനിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ടാസ്ക് മാറ്റാം. സോ അപ്പോൾ ഇത് ചെയ്ത് റിപ്പീറ്റേഷൻ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ബ്രെയിനിന് പിന്നെ അത് മനസ്സിലാവും, ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ ആ സംഭവം ചെയ്യുക അല്ലെങ്കിൽ ആ സംഭവം ചെയ്യണമെന്നില്ല, ആ റിസ്ക്കോ ആ ഒരു ഡിസ്കംഫോർട്ടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ ടിപ്പ്. നമ്മൾ ഏത് സംഭവം ചെയ്യുമ്പോഴും നിങ്ങൾ എത്ര എഴുതിയാൽ മതി, ബുക്ക് വായിക്കാനും ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനും ജിമ്മിലോ ആണെങ്കിലും ഏത് സംഭവത്തിലും ഫസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യാനും പിന്നെ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് നമ്മൾ ഡെയിലി റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ട്. സോ ലാസ്റ്റത്തെ ഒരു ടിപ്പ് ഞാൻ പറയാം, നമുക്ക് എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ പറ്റില്ല. ഇതാണ് ഹാർഷ് ട്രൂത്ത്. എല്ലാവരും വിചാരം എല്ലാ ദിവസവും നേരത്തെ എണീക്കുക, ഓടാൻ പോകുക, വീഡിയോ ഷൂട്ട് ചെയ്യുക, ബുക്ക് വായിക്കുക, സ്ക്രിപ്റ്റ് ചെയ്യുക, പുതിയ സംഭവങ്ങൾ പഠിക്കുക, അതായത് എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആയിരിക്കുക. അതൊട്ടും പോസിബിൾ അല്ല. കാരണം നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മൾ ഈ ഒരു AI മെഷീൻ അല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചില ദിവസങ്ങൾ നമ്മൾ ഒരു വേറൊരു മൂഡിലോട്ട് പോകും, പ്രൊഡക്ടിവിറ്റി അവിടെ നഷ്ടപ്പെടും. ഒക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, അതിനെന്ത് ചെയ്യുക, കൂടുതൽ അതിനെ ഒബ്സസ് ചെയ്യരുത്. നമ്മളെന്ത് ചെയ്യരുത്, നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യരുത്. ഇന്ന് എനിക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റിയില്ലല്ലോ, ഇന്നിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലോ. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു അലാരം വെച്ചൊരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എണീക്കണേ. അപ്പോൾ നിങ്ങൾ കുറേ സംഭവം ചെയ്യുക കരുതിയ സംഭവങ്ങളൊക്കെ അവിടെ ബാക്കിലോട്ട് പോയിക്കണ്ടാവും. അപ്പോൾ നിങ്ങൾ ബ്ലെയിം ചെയ്യാതെ ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സംഭവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. സോ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സീ യു ഇൻ ദി അനദർ വീഡിയോ.